മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും വയോമിത്രയുമായി ചേർന്ന് മാത്യു കുഴൽനാടൻ സാർ നടത്തുന്ന ഒരു വിനോദയാത്ര സംഘത്തിൻ്റെ ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. 100 പ്രായമായ അമ്മമാർക്ക് വേണ്ടി സാർ നടത്തുന്ന ഒരു വിനോദയാത്രയാണ്. നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം ഇതിന് പുതിയ വിശേഷങ്ങളെ പറ്റി. സാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിനോദയാത്ര സംഘടിപ്പിക്കാനുള്ള കാരണം? ക്രിസ്മസ് നവോത്സരം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ഒരു സീസണാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചുറ്റും ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ കാഴ്ചക്കാരായി വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് അമ്മമാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രായമായവർ, അത് പാവപ്പെട്ട അല്ലെങ്കിൽ നിർധനരായിട്ടുള്ളവരാകുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ല. അവർ നാടെങ്ങും നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടുമാത്രം സായുജ്യം അടയേണ്ടവരാണ്. അപ്പോൾ അതിനൊരു മാറ്റം വേണം, അല്ലെങ്കിൽ അതൊരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ മദേഴ്സ്, നമ്മുടെ എൽഡർലി ആയിട്ടുള്ള ആളുകളെ ടേക്ക് കെയർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 100 പേരെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് രാവിലെ മുതൽ ഞാൻ അവരോടൊപ്പം ഉണ്ട്. അവരുടെ കൂടെ വണ്ടി വന്ന് അവർ മെട്രോയിൽ കയറി അവർ ലുലുവിൽ വന്ന് ലുലുവിൽ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി മൾട്ടിപ്ലക്സിലൊരു സിനിമ, മോഹൻലാലിൻ്റെ നേരെ സിനിമ കണ്ടു. അതിനുശേഷം ബോൾഗാട്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളിനി ഇവിടെ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കും. അതിനുശേഷം ഞങ്ങളിപ്പോൾ വാട്ടർ മെട്രോയിൽ കയറി ഒരു മെട്രോ റൈഡ് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ചെന്ന് നാട്ടിലപ്പത്തേനും രാത്രിയാവും പൂത്തിരി കമ്പത്തിരിയൊക്കെ കത്തിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് പിരിയും. ഇതാണ് ഇന്നത്തെ ദിവസത്തെ പരിപാടി. സാറിന് ഒരുപാട് തിരക്കുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? വളരെ സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ഈ വലിയ തിരക്കുകൾക്കിടയിൽ ഒരു ദിവസം ഇവരോടൊപ്പം മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിലും ഒരു വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷവും ഒരു ബ്രേക്കുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. അതിനെല്ലാം തീർച്ചയായിട്ടും എൻ്റെയും ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമാരുടെ പ്രതികരണം എങ്ങനെയാണ്? അവരെന്താണ് സാറിനോട് പറയുന്നത്? അമ്മമാർ വളരെ എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. അവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ആരുടെയെങ്കിലും മുഖത്തും ഹൃദയത്തിലും മനസ്സിലും ഒക്കെ ഒരു ചിരി വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. రాసయ్యారో రాజా రాసయ్యారో రాజా రాసయ్యారో రాజహూమాలీదా ഇമ്മിമുള്ളോ നരകമുള്ളോ സൈസാംബക നരകിതോ ഇമ്മിമുള്ളോ നരകമുള്ളോ സൈസാംബക നരകിതോ തുട്ടോളോ കുളത്തോ ഇരികനോടിലീലേ ധീരംബനാരിന്നെ നന്നെ നിന്നെ നീലേ പാട് റാസയ്യാരോ രാജാ റാസയ്യാരോ രാജാ റാസയ്യാരോ രാജ റാസയ്യാരോ രാജാ റാസയ്യാരോ രാജാ റാസയ്യാരോ രാജഹൂമാലീലാ. അതെ കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. എന്നെ കാണാൻ എന്നെ കാണുമാണ് എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം, പണവും വേണം. പുരയാണേ വെഞ്ഞതില്ല, പുരയിടവും ബോധിച്ചില്ല. എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ. കാതിലാണേ കമ്മലില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. എന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ. എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം, പണവും വേണം. പുരയാണേ വെഞ്ഞതില്ല, പുരയിടവും ബോധിച്ചില്ല. നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ. നിന്നെ കാണാൻ
നമുക്ക് ഈ അമ്മമാരോട് ചോദിക്കാം അവരുടെ വിനോദയാത്രയിലെ വിശേഷങ്ങളെക്കുറിച്ച്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണോ ഇങ്ങനൊരു വിനോദയാത്ര വരുന്നത്? അതെ അതെ. മെട്രോയിൽ കയറാനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു യാത്ര MLA പ്ലാൻ ചെയ്തപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായ സന്തോഷത്തെ കുറിച്ച് ഒന്ന് പറയൂ. വളരെ സന്തോഷമുണ്ടായി. MLA നേരിട്ട് കാണാനും കൂടെ സഞ്ചരിക്കാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നി. മെട്രോയിലൊക്കെ കയറിയത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ സന്തോഷം തോന്നി. വളരെ ആഗ്രഹമായിരുന്നു മെട്രോയിൽ കയറണമെന്ന്. അത് സാധിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു. സിനിമ കണ്ടു, ലുലു മാളിൽ പോയി, മെട്രോയിൽ യാത്ര ചെയ്തു. ആദ്യമാണോ മെട്രോയിൽ യാത്ര ചെയ്യുന്നത്? അല്ല, വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം വന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വിനോദയാത്രയുടെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. മാത്യു സാറിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയൂ. നല്ല നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാനും ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്ന ആദ്യമായിട്ടുള്ള സംഭവം ഞങ്ങൾക്ക് മൂവാറ്റുപുഴക്കാർക്ക്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണിത്. ഈ കാലഘട്ടത്തിൽ മക്കളെ ഒരു വയസ്സായവരൊന്നും ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ മഹാനായ മനുഷ്യൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറിയത്. അടിപൊളി ഭക്ഷണമായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. ലുലു മാൾ കണ്ടു, അടിപൊളി സിനിമ കണ്ടു. ഏറ്റവും നല്ല സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെയും കാണാൻ പറ്റി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ മൂവാറ്റുപുഴക്കാരിയാണ്. സാറ് പറഞ്ഞപ്പോൾ നല്ലൊരു അനുഭവമാണ് തോന്നിയത്. ഇതുപോലൊരു എനിക്ക് 62 വയസ്സായി. ഇതുപോലുള്ളൊരു മന്ത്രിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. പലരും വന്നിട്ട് ഇതുവരെയുള്ള സാറിന് ദീർഘായുസ്സും ആയുസ്സും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്യു കുഴൽനാടൻ സാറിനെ പോലുള്ള ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകനോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഈ അമ്മമാർക്ക് ഇതിൽ ഭരം ഒരു ഭാഗ്യം കിട്ടാനുമില്ല. ഈ യാത്രയിലൂടെ മാത്യു കുഴൽനാടൻ സാർ അവർക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന അത്രയും വലിയൊരു അനുഭവമാണ്. അദ്ദേഹത്തെ പോലെ ജനങ്ങളെ മനസ്സിലാക്കുന്ന പൊതുപ്രവർത്തകനാണ് നമ്മുടെ നാടിന് ആവശ്യം. നമുക്കും അവരുടെ യാത്രയോടൊപ്പം പങ്കുചേരാം.